മുത്തശ്ശി നമുക്ക് പോവാം. മുത്തശ്ശി ഇനി നമ്മുടെ കൂടെയാ. രാധികയെ പിടിക്കും. നല്ല സൂക്ഷിച്ചു. എന്റെ അനുവാദമില്ലാതെ എന്റെ അമ്മയെ എങ്ങനെ നീ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും? ചന്ദ്രശേഖര, ഞാൻ ആരുടെ കൂടെ താമസിക്കണമെന്ന് നീയല്ല തീരുമാനിക്കുന്നത്. ഈ നിൽക്കുന്ന നിന്റെ ഭാര്യ എന്നെ ഇതിനകത്തിട്ട് കഷ്ടപ്പെടുത്തുന്നത് കണ്ടിട്ടും കണ്ണടച്ചു കൊടുക്കുന്നതല്ലാതെ ഒരു വാക്ക് എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ നീ? ഉർവശി, നീ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതെ, ഔട്ട് ഹൗസിലേക്ക് മാറ്റിക്കിടത്തിയ കാര്യമാണെങ്കിൽ എന്നെ കുറ്റം പറയണ്ട. അമ്മയുടെ കയ്യിലെ പാടുകളൊക്കെ കണ്ടപ്പോ എന്തോ പകർച്ചവ്യാധി വന്നു എന്നാ ഞാൻ കരുതിയത്. അത് മറ്റുള്ളവർക്ക് പകരാതെ നോക്കണമല്ലോ. ചെയ്തു പോയ തെറ്റിന് വീണ്ടും വീണ്ടും ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കണ്ട. മുത്തശ്ശി ഞങ്ങളെ കൊണ്ടുപോവാ. തടയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരുത്തൻ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് തടഞ്ഞു നോക്ക്. ഉണ്ടോടാ ആരെങ്കിലും? ഇത്രേ ഉള്ളൂ നിങ്ങള്. ജീവിച്ച കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ ഉള്ളതുകൊണ്ട് അച്ഛനും മുത്തശ്ശിയൊക്കെ നിങ്ങളുടെ മുൻപിൽ തല കുനിച്ചു നിൽക്കും. അതവരുടെ തോൽവിയായിട്ട് കാണണ്ട. കുടുംബത്തിൽ പിറന്നതിന്റെ മഹത്വ അത് തന്നെയാ നിങ്ങൾക്കില്ലാത്തതും. മുത്തശ്ശി, കൊണ്ടുപോയി നോക്കട്ടെ. അവള് സ്വന്തം തള്ളയെ സ്നേഹിക്കാൻ കിട്ടാത്തവളല്ലേ. അവളുടെ അഹങ്കാരത്തിന്റെ ഫലമാ അവളുടെ തള്ള വേറെ എവിടെ പോയി കിടക്കുന്നത്.